ഡിസംബർ മാസത്തിലെ ഒരു അർദ്ധരാത്രി സമയം ഒരു ട്രെയിൻ അതിൻ്റെ മഞ്ഞ വെളിച്ചം നീട്ടിത്തെളിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരികയാണ്. സ്റ്റേഷൻ മാസ്റ്റർ പച്ചക്കൊടിയുമായി പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി ഓടുകയാണ്. വഴിയിൽ പലരും വീണ് കിടക്കുന്നു. പലരും അബോധാവസ്ഥയിലോ പ്രാണൻ പിടയുന്ന വേദനയിലോ അദ്ദേഹത്തിൻ്റെ ഡ്രസ്സിൽ പിടിച്ചു വലിക്കുന്നു. അവശരായി എതിരെ വരുന്നവരും അപേക്ഷയെന്നോണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ പിടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതിനെയെല്ലാം മറികടന്നുകൊണ്ട് അദ്ദേഹം പ്ലാറ്റ്ഫോം ലക്ഷ്യമാക്കി വേഗത്തിൽ നീങ്ങി. ഇതേ സമയം തന്നെ പ്ലാറ്റ്ഫോമിൽ ട്രെയിൻ വന്നു നിന്നു. ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങിയ പലരും ചുമച്ചും അവശരായും പ്ലാറ്റ്ഫോമിലേക്ക് വീണു. സ്റ്റേഷൻ മാസ്റ്റർ ഒരുവിധം ട്രെയിനിന് മുന്നിലെത്തി പച്ചക്കൊടി വീശി. ഗ്രീൻ സിഗ്നൽ കണ്ടതോടെ ലോക്കോ പൈലറ്റ് ട്രെയിൻ ചലിപ്പിച്ചു തുടങ്ങി. അർദ്ധബോധാവസ്ഥയിൽ മുരളുന്നവരുടെയും പ്രാണന് വേണ്ടി പിടയുന്നവരുടെയും നടുവിൽ നിന്ന് ആ ട്രെയിൻ അകന്നു പോകുന്നത് സ്റ്റേഷൻ മാസ്റ്റർ നോക്കി നിന്നു. ആയിരത്തി 1950-60 കാലഘട്ടം. നൂറ്റാണ്ടുകളുടെ കോളനിവൽക്കരണത്തിന് ശേഷം സ്വാതന്ത്ര്യത്തിലേക്ക് പിച്ചവെച്ച ഇന്ത്യ എന്ന ബേബി റിപ്പബ്ലിക്കിന് പ്രതിസന്ധികളുടെ കാലഘട്ടമായിരുന്നു അത്. രാജ്യം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷാമത്തെ മറികടക്കാൻ കാർഷിക രംഗം ഉടച്ചു വാർക്കാൻ തന്നെ ഗവൺമെൻറ് തീരുമാനിച്ചു. ഏത് കാലാവസ്ഥയിലും നിലകൊള്ളുന്ന വിത്തിനങ്ങൾ ഇതിന് ആവശ്യമായിരുന്നു. ഒടുവിൽ ഡോക്ടർ MS സ്വാമിനാഥൻ്റെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചു. തുടർന്ന് അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും കീടനാശിനികളും രാസവളങ്ങളുമെല്ലാം ഇന്ത്യൻ കാർഷിക രംഗത്തേക്ക് വന്നെത്തി. ഇത് രാജ്യത്തെ കാർഷിക പുരോഗതിയിലേക്ക് നയിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയുമെല്ലാം ഇറക്കുമതി പ്രായോഗികമല്ലെന്ന് കണ്ട ഗവൺമെൻറ് അത് ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ തീരുമാനിച്ചു. ആദ്യഘട്ടങ്ങളിൽ സ്വദേശ നിർമ്മാതാക്കൾ ഇത് നിർവഹിച്ചെങ്കിലും ആവശ്യം വർദ്ധിച്ചതോടെ ബഹുരാഷ്ട്ര കമ്പനികൾ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ആരംഭിച്ചു. ഇത്തരത്തിൽ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള യൂണിയൻ കാർബൈഡ് ലിമിറ്റഡിൻ്റെ 14ാമത് ഫാക്ടറിയായാണ് ഭോപ്പാലിൽ വ്യവസായശാല ആരംഭിച്ചത്. താരതമ്യേന പല നിയമങ്ങൾക്കും നിബന്ധനകൾക്കും അയവുള്ള ഇന്ത്യയിലെ അനുകൂലാവസ്ഥയെ കമ്പനി മുതലെടുത്തു. തുടക്കത്തിൽ വിചാരിച്ച മുന്നേറ്റം ഇന്ത്യൻ മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയാതെ വന്നതും നഷ്ടത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതോടെ കമ്പനി ചിലവ് ചുരുക്കൽ നടപടികൾക്ക് വിധേയമായി. ഇതിൻ്റെ ചുവട് പിടിച്ച് പല സുരക്ഷാ സംവിധാനങ്ങൾ ഒഴിവാക്കുകയും നിലവിൽ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യാതെയും കമ്പനി പ്രവർത്തിച്ചു പോന്നു. ഈ കെടുകാര്യസ്ഥത കമ്പനിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പലരും ഗൗനിക്കാതെ വിട്ടു. തുടർന്ന് 1981 ഒരു ജോലിക്കാരൻ ഫോസ്റ്റിൻ ശ്വസിച്ച് മരണപ്പെട്ടിട്ടും കമ്പനി ഇത്തരം സുരക്ഷാ സംവിധാനങ്ങൾ പുനഃപരിശോധിക്കാനോ ഈ കൈവിട്ട കളി നിർത്താനോ കമ്പനി മുതിർന്നില്ല. അന്നത്തെ റപ്പഡ് വാരികയിൽ രാജ്കുമാർ കേശവാനി ഈ ദുരന്തത്തെ മുൻകൂട്ടി സൂചിപ്പിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇദ്ദേഹത്തിൻ്റെ പരിചയക്കാരൻ കൂടിയായ മുഹമ്മദ് അഷ്റഫിൻ്റെ മരണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണവും അശ്രാന്ത പരിശ്രമവും ഞെട്ടിക്കുന്ന വസ്തുതകളാണ് പുറത്തു കൊണ്ടുവന്നത്. ഭോപ്പാൽ നഗരം ഒരു മഹാദുരന്തത്തിന് സജ്ജമായിക്കൊണ്ടിരിക്കുകയാണെന്നും വൈകിയാൽ അതിൻ്റെ പ്രത്യാഘാതം ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്നും അദ്ദേഹം തുറന്നെഴുതി. ഈ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത് 5 മാസത്തിനിപ്പുറം ആ ദിവസം വന്നെത്തി. 1984 ഡിസംബർ 2 ആ രാത്രി. ഏതാണ്ട് 10 മണിയോടുകൂടെ തന്നെ വാതക ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടിട്ടും വേണ്ടത്ര മുൻകരുതലെടുക്കാതെ സമയം നഷ്ടപ്പെടുത്തുകയാണ് ഉണ്ടായത്. 120 അടി ഉയരമുള്ള സംഭരണ ടാങ്കിലേക്ക് 100 അടി മാത്രം ഉള്ള വാട്ടർ പൈപ്പ് ഉപയോഗിച്ച് പമ്പ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വേണ്ടത്ര ഫലപ്രദമായില്ല. കൂടാതെ സുരക്ഷാ നടപടികൾ കൈക്കൊള്ളാൻ മിഡ്നൈറ്റ് ടീ ബ്രേക്ക് വരെ കാത്തുനിന്നതും പ്രഷർ ഗേജിലെ വ്യത്യാസം കാര്യമായി ശ്രദ്ധിക്കാതെ ഇരുന്നതുമെല്ലാം ദുരന്തത്തിന് ആക്കം കൂട്ടി. ഇത്തരത്തിൽ ഏതാണ്ട് 1 മണിക്കൂറിലധികം സമയം കമ്പനി ജോലിക്കാർ കളഞ്ഞു. ഒടുവിലത് സംഭവിച്ചു. 42 ടണ്ണോളം ഭാരം വരുന്ന മീഥൈൽ ഐസോസൈനേറ്റ് എന്ന വിഷവാതകത്തിൻ്റെ സിംഹഭാഗവും ധനുമാസത്തിലെ തണുപ്പിനൊപ്പം ഭോപ്പാലിൻ്റെ തെരുവീതികളിലേക്ക് ഇറങ്ങി. അത് നോക്കി നിൽക്കുകയല്ലാതെ കമ്പനിയിലെ ജോലിക്കാർക്ക് മറ്റു വഴിയുണ്ടായിരുന്നില്ല. ഉറക്കത്തിലായിരുന്ന ഭോപ്പാൽ ജനത എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുന്നേ തന്നെ വിഷപ്പുക നഗരത്തെയാകെ വിഴുങ്ങിയിരുന്നു. വെളുത്ത പുക മഞ്ഞാണെന്ന് കരുതി പലരും പുറത്തിറങ്ങാതിരുന്നു. കാര്യമറിയാൻ ചിലർ പുറത്തിറങ്ങി നോക്കി. ഇരു കൂട്ടരുടെയും സ്ഥിതി മറിച്ചായിരുന്നില്ല. ആളുകൾക്ക് ശക്തമായ ചുമയും ഛർദിയും ആരംഭിച്ചു. പലരും കുഴഞ്ഞു വീഴാൻ ആരംഭിച്ചു. കണ്ണ്, മൂക്ക്, തൊണ്ട മുതൽ കുടൽ വരെ എല്ലാം ചുട്ടുപഴുക്കുന്നതായി അവർക്ക് അനുഭവപ്പെട്ടു. മനുഷ്യനും കന്നുകാലികളുമടക്കം സകല ജീവികളും മരിച്ചു വീണു. ഭോപ്പാലിൻ്റെ തെരുവീതികൾ പിന്നിട്ട് വിഷപ്പുക റെയിൽവേ സ്റ്റേഷനിലേക്ക് കടന്നു.
സാമാന്യം തിരക്കുള്ള ഒന്നാണ് ഭോപ്പാൽ റെയിൽവേ സ്റ്റേഷൻ. അവിടുത്തെ സ്ഥിതിയും മറിച്ചായിരുന്നില്ല. പ്ലാറ്റ്ഫോമും പരിസരവും മൃതദേഹങ്ങൾ കൊണ്ട് നിറഞ്ഞു. ചോരയും ഛർദിലും അവിടം തളം കെട്ടിക്കിടന്നു. ഈ ഭീകരദൃശ്യം സ്റ്റേഷനിലെ തൻ്റെ മുറിയിലിരുന്ന് നോക്കി നിൽക്കുകയായിരുന്നു സ്റ്റേഷൻ മാസ്റ്റർ VK ശർമ്മ. ഇനിയും ഈ നിസ്സംഗത തുടർന്നാൽ ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി തങ്ങൾ ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. കാരണം ഗോരഖ്പൂർ എക്സ്പ്രസ് സ്റ്റേഷനിലേക്ക് എത്താനുള്ള സമയമായിരുന്നു. ആ മനുഷ്യരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ അദ്ദേഹം ഉറപ്പിച്ചു. തൻ്റെ ജോലിക്കാർക്ക് ചുവന്ന റാന്തൽ വിളക്ക് നൽകി അദ്ദേഹം ട്രാക്കിലേക്ക് അയച്ചു. ജോലിക്കാർ മൂക്കും വായും മൂടിക്കെട്ടി റാന്തൽ വിളക്കുമായി ട്രാക്കിലേക്ക് ഓടി. പക്ഷേ വിഷപ്പുകയുടെ തീവ്രത അവരെയും തളർത്തിയിരുന്നു. ഒടുവിൽ ഗോരഖ്പൂർ എക്സ്പ്രസ് പ്ലാറ്റ്ഫോമിലേക്ക് കടന്നെത്തി. തീവണ്ടിയുടെ ചൂളം വിളി കേട്ട സ്റ്റേഷൻ മാസ്റ്റർ അമ്പരപ്പോടെ നിന്നു. ഉടനടി അദ്ദേഹം മൈക്കിലൂടെ അനൗൺസ് ചെയ്യാൻ ആരംഭിച്ചു. ആരും പ്ലാറ്റ്ഫോമിലേക്ക് ഇറങ്ങരുതെന്നും ഉള്ളിൽ തന്നെ ഇരിക്കണമെന്നും ഹിന്ദിയിലും ഉറുദുവിലും അനൗൺസ് ചെയ്ത് പച്ചക്കൊടിയും കയ്യിലെടുത്ത് പ്ലാറ്റ്ഫോമിലേക്ക് ഓടി. മൃതദേഹങ്ങളെയും പാതി പ്രാണനിൽ പിടയുന്നവരെയും മറികടന്ന് പച്ചക്കൊടി നീട്ടിവീശി അദ്ദേഹം പ്ലാറ്റ്ഫോമിൽ നിന്നു. പുലർക്കാലം ഭോപ്പാലിനെ വരവേറ്റത് ഭീതി ഉളവാക്കുന്ന കാഴ്ചകളോടുകൂടിയായിരുന്നു. ഭോപ്പാലിൻ്റെ വീഥികൾ മൃതദേഹങ്ങളാൽ നിറഞ്ഞു. വലിയ രീതിയിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള പരിമിതി കാരണം പലരെയും നദിയിൽ ഉപേക്ഷിക്കേണ്ടതായി വന്നു. ഇത്തരത്തിൽ പാതി പ്രാണൻ അവശേഷിച്ചവർ നദീജലത്തിലെ തണുപ്പ് തട്ടി നിലവിളിച്ചു. മനുഷ്യനും ജന്തുജാലങ്ങളുമെല്ലാം ഒരേപോലെ മരിച്ചു കിടക്കുന്നു. രക്തം മരവിക്കുന്ന കാഴ്ചകൾ കണ്ട് അധികാരികളും ആരോഗ്യ പ്രവർത്തകരും പോലീസുകാരുമെല്ലാം അമ്പരന്ന് നിന്നു. ആശുപത്രികൾ നിറഞ്ഞു. പ്രാഥമിക ശുശ്രൂഷയ്ക്ക് അപ്പുറം മറ്റൊരു ചികിത്സയും നൽകാൻ കഴിയാതെ ഡോക്ടർമാർ നിസ്സഹായരായി നിന്നു. കമ്പനി ഉടമ വാറൻ ആൻഡേഴ്സൺ അധികാരികളുടെ ഒത്താശയോടുകൂടെ തന്നെ ഇന്ത്യ വിട്ടു. പിന്നീടൊരിക്കലും ഒരു നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിലും ഉത്തരം പറയാൻ ആൻഡേഴ്സൺ വന്നില്ല. കോർപ്പറേറ്റ് ഭീമന്മാരുടെ പണത്തിനു മുന്നിൽ വളയാത്ത നട്ടല്ലോ ഭരണവ്യവസ്ഥയോ ഇല്ലെന്ന് നമ്മൾ വീണ്ടും കണ്ട നിമിഷം. 40 വർഷത്തിനിപ്പുറവും അർഹിക്കുന്ന നഷ്ടപരിഹാരമോ ലഭിക്കാതെ ദുരന്തത്തിൻ്റെ ഇരകൾ ഓഫീസുകളും കോടതി മുറികളും കയറിയിറങ്ങുന്നു. ഉണങ്ങാത്ത മുറിവുകൾ ശരീരത്തിലും മനസ്സിലും പേറി ബാധിക്കപ്പെട്ട മനുഷ്യർ നമുക്കിടയിൽ ഇന്നും ജീവിക്കുന്നു. അധികാര കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും. രാജാക്കന്മാരും പുരോഹിതന്മാരും രാഷ്ട്രീയക്കാരും കോർപ്പറേറ്റുകളും എല്ലാം മാറിവരും. ഭരിക്കപ്പെടുന്നവർ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു.